പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LDC, LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചാപ്റ്ററുകൾ 7ാം ക്ലാസ്സിലെ സാമ്പത്തിക സ്രോതസ്സുകൾ, 8ാം ക്ലാസ്സിലെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. 30 ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സേവന മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? സേവന മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? ഉത്തരം തൃതീയ മേഖലയാണ് സേവന മേഖല എന്നും കൂടി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശാണ്. അടുത്ത ചോദ്യം, സ്ഥിതിവിവരക്കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന സ്ഥാപനം ഏതാണ്? സ്ഥിതിവിവരക്കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം CSO ആണ് നമ്മുടെ ദേശീയ വരുമാനം കണ്ടെത്തുന്നത്. അടുത്ത ചോദ്യം, അന്ത്യോദയ അന്നയോജനയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അളവെത്ര? അന്ത്യോദയ അന്നയോജനയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന അരി ഗോതമ്പിൻ്റെ അളവെത്ര? ഉത്തരം 35 കിലോഗ്രാം ആണ് അരി, അതേപോലെ 35 കിലോഗ്രാം ഗോതമ്പാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ ആണ്. അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഉത്തരം 2100 കലോറിയാണ് നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത്. അടുത്ത ചോദ്യം, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? ഉത്തരം പ്രാഥമിക മേഖല. അടുത്ത ചോദ്യം, അന്നപൂർണ പദ്ധതിയിലൂടെ 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്ന അരിയുടെ അളവ് എത്രയാണ്? അന്നപൂർണ പദ്ധതിയിലൂടെ 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്ന അരിയുടെ അളവ് എത്രയാണ്? ഉത്തരം 10 കിലോഗ്രാം. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഉറപ്പാക്കിയിരിക്കുന്ന തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഉറപ്പാക്കിയിരിക്കുന്ന തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 100 തൊഴിൽ ദിനങ്ങൾ. അടുത്ത ചോദ്യം, വൈദ്യുതി ഉൽപ്പാദനം ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദനം ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ദ്വിതീയ മേഖല. അടുത്ത ചോദ്യം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഉത്തരം തൃതീയ മേഖല. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ഉത്തരം 5ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 2ാം പഞ്ചവത്സര പദ്ധതി. 73-74 ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 73-74 ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1992. വ്യാവസായിക വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആയിരുന്നു? വ്യാവസായിക വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? ഉത്തരം 2ാം പഞ്ചവത്സര പദ്ധതി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സ്ഥാപിതമായ വർഷം ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1951. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്?
ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം എം വിശ്വേശ്വരയ്യ. ഗ്രാമീണ വികസനവും വികേന്ദ്രികാസൂത്രണവും ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രികാസൂത്രണവും ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി. ബാങ്കിംഗ് ഇൻഷുറൻസ് ഏതു മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ബാങ്കിംഗ് ഇൻഷുറൻസ് ഏതു മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഉത്തരം തൃതീയ മേഖലയിലാണ് ഇവ രണ്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. സുസ്ഥിര വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ആയിരുന്നു? സുസ്ഥിര വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ആയിരുന്നു? ഉത്തരം 12ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 10ാം പഞ്ചവത്സര പദ്ധതി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നെഹ്റു പറഞ്ഞത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം 1ാം പഞ്ചവത്സര പദ്ധതി. ബോംബെ പദ്ധതി തയ്യാറാക്കിയത് ഏത് വർഷമായിരുന്നു? ബോംബെ പദ്ധതി തയ്യാറാക്കിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1944. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച വർഷം, ദേശീയ ആസൂത്രണ സമിതിയാണ്. ഉത്തരം 1938. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1950. അടുത്ത ചോദ്യം, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ രചിച്ചത് ആരാണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം ആൽഫ്രഡ് മാർഷൽ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? ഉത്തരം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.